അങ്ങനെ കൊണ്ട് ചൂട് ചോർവാരിക്കുന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സ്നേഹത്തെ പൊളിച്ചടുക്കി ബിജെപി ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ. രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയല്ല, മറിച്ച് വിദ്യാർത്ഥികളെ ദ്രോഹിക്കുക. പ്രതിപക്ഷത്തിന്റെ ഗൂഢ അജണ്ട അതായിരുന്നു. പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇനി രാജ്യത്ത് പേപ്പർ ലീക്ക് ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബില്ല് എതിർത്തതിലൂടെ പ്രതിപക്ഷം എന്താണ് ചെയ്തത്? സർക്കാരിന് കനത്ത പ്രഹരം നൽകി. ഇതാണോ രാജ്യത്തെ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം? പ്രതിപക്ഷം പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കുന്നവർ മനസ്സിലാക്കണം, ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൂടി ഈ വീഡിയോ വരണം എന്നത് ശോഭാജിയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി തന്റെ വീഡിയോ ഇംഗ്ലീഷ് ടൈറ്റിലിംഗോടെയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സമരജീവികളും സെലിബ്രിറ്റികളും കേരളത്തിൽ നിന്നും ആർത്തലച്ചു ചെന്ന ജന്തർ മന്ദിർ പ്രക്ഷോഭത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള അതിശക്തമായ ഒരു പ്രതികരണമാണ് ശോഭാജിയുടേത്. ദേശീയ നേതൃത്വത്തെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്നും ചങ്കുറപ്പുള്ളവരും ഉണ്ട് എന്ന സന്ദേശമാണ് ഈ വീഡിയോ നൽകുന്നത്. വീഡിയോയിലേക്ക്. നമസ്കാരം. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നമ്മുടെ കുട്ടികൾ തെരുവിലായിരുന്നു. അവർ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. ഇന്ന് എന്താണ് ഭരണകൂടം ചെയ്തത്? പേപ്പർ ലീക്ക് ഒരിക്കലും രാജ്യത്തുണ്ടാകരുത് എന്ന് തീരുമാനിക്കുകയും അതിനനുസൃതമായിട്ടുള്ള കനത്ത ശിക്ഷ തന്നെ കുറ്റവാളികൾക്ക് കൊടുക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിയമം അത് പാസാക്കാൻ പാർലമെന്റിൽ എത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കുട്ടികൾ സമരവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വ്യാജേന ഗവൺമെന്റിനെതിരെ കനത്ത അടി കൊടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി കുട്ടികളോട് ലെവലേശം സ്നേഹമില്ലാത്ത, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ മുന്നേറ്റത്തെക്കുറിച്ചോ ചിന്തയില്ലാത്ത കോൺഗ്രസ് എന്താണ് ചെയ്തത്? ആ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ബില്ലിനെ ശക്തിയുക്തം എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കുട്ടികളോടായിരുന്നുവോ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് സ്നേഹം? എന്തായിരുന്നു ശിക്ഷാവിധികൾ? പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കുന്ന ആ ഒരു നിയമം, അതോടൊപ്പം കനത്ത പിഴ എന്നുള്ള രീതിയിൽ 50 ലക്ഷം രൂപ പിഴ കൊടുക്കണം എന്നുള്ള നിയമം, ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ഗൂഢാലോചക ശക്തികൾക്ക് 10 കോടി രൂപ വരെ പിഴ കൊടുക്കണം എന്നുള്ള നിയമം, ഇങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിലവിൽ വരും എന്നുള്ളത്, 3 മാസം കൊണ്ട് കേസ് തീർപ്പാക്കപ്പെടും എന്നുള്ളത് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള ഈ നിയമത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് മാറി നിന്നു എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും ഇന്ത്യയിലെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ഭാരതത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള സ്നേഹമല്ല, കുട്ടികളോടുള്ള സ്നേഹമല്ല, വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമല്ല, ഒരൊറ്റ ചിന്തയെ അവർക്കുള്ളൂ: എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കസേര സംരക്ഷിക്കപ്പെടണം എന്നുള്ള വ്യാജേനയാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന കുട്ടികളും മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമസ്തേ.